ശ്രീ സി പി ജോൺ, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനർമാരിൽ നേതാക്കളിൽ ഒരാളായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഒരു അഴിമതി കേസിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കമായി നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ BJP ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു വൃത്തികെട്ട നടപടിയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മുഖം തിരിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു മുഖ്യമന്ത്രിയെ അതും അർദ്ധരാത്രിയിൽ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ BJPയുടെ അങ്കലാപ്പ് വളരെ ശക്തമാണ്. ഇതിനെതിരായി ജനങ്ങൾ പ്രതികരിക്കും. ഇന്ന് അവരെടുത്തിട്ടുള്ള ഈ നടപടി അവർക്ക് ശക്തിപ്പെടാനാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് അവരുടെ ഭരണത്തെ വലിച്ചെറിയാൻ ജനങ്ങൾക്ക് ശക്തി പകരും എന്നാണ് ഞാൻ കരുതുന്നത്. CP ജോൺ, ഇപ്പോൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അഴിമതി കേസിലാണ് അറസ്റ്റ്. അഴിമതിയുടെ പ്രതിച്ഛായയുള്ളവരാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. അതിന് കൃത്യമായ ഒരു അടിത്തറ ഒരുക്കുകയാണോ കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ? അതിനാണ് അവർ ശ്രമിക്കുന്നത്. എങ്കിലും രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് മോദിയുടെ ഗവൺമെന്റ്. ഇത് ജനങ്ങളോട് പറയാനും അഴിമതിക്കാരെ തൂത്തെറിയാൻ അവരോട് ആഹ്വാനം ചെയ്യാനും എല്ലാ അവകാശവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി സകല മുക്കിലും മൂലയിലും പോയി അതിൽ പ്രശ്നമില്ല, പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പ്രചരണങ്ങളൊന്നും ഏൽക്കുന്നില്ല. മറിച്ച് ഇപ്പൊ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതായിട്ട് കേൾക്കുന്നു. അതേപോലെ തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. തങ്ങൾക്ക് ഭരണത്തിന്റെ അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ അടിച്ചമർത്താതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നടപടികളാണിത്.